അതിന്റെ രാഷ്ട്രീയ നേതൃത്വം അഴിമതിക്കാരല്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ആരും ആ ഘട്ടത്തിൽ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരാകുകയോ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്ന മികച്ച നിലപാടും സമീപനങ്ങളും നമ്മുടെ നാടിന്റെ പൊതുവായ വികസനത്തിന് മുതൽക്കൂട്ടാവുകയും നമ്മുടെ നാടിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുമായിരുന്നു. ആ വികസന പ്രവർത്തനങ്ങൾക്ക് അഭിമാനകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ച ഗവൺമെന്റാണ് 2016 മുതൽ 21 വരെ കേരളം ഭരിച്ച ഒന്നാം പിണറായി ഗവൺമെന്റ്. അതുപോലെ തന്നെ 2021 തൊട്ട് 26 വരെ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ ഗവൺമെന്റ്. 10 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്. റോഡുകളുടെ സൗകര്യം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10 കൊല്ലക്കാലം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇവ പെടും. എന്താ കേരളത്തിന്റെ ഒരു പ്രത്യേകത? കേരളത്തിന്റെ തനത് വരുമാനം കൊണ്ട് നമുക്ക് വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ട് തീരെ പറ്റില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല നടപടികൾ സ്വീകരിച്ചു. വലിയ മാറ്റം ഉണ്ടായി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആക്ഷേപങ്ങളെല്ലാം വെറും കുമിളകളായിരുന്നു എന്നും അല്പായുസ് മാത്രമേ അവയ്ക്കെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതിനും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഏതെല്ലാം വിധത്തിലുള്ള ആക്ഷേപങ്ങളാണ്? മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ട്, അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റു ചില നേതാക്കന്മാർക്കെതിരായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അതെല്ലാം തന്നെ കൃത്യമായി അന്വേഷണത്തിന് വിധേയമാക്കിയപ്പോ അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമല്ലാതെ വസ്തുതയുടെ പിൻബലമുള്ള ഒരു ആരോപണമോ ആക്ഷേപമോ ഈ കാലയളവിൽ ഉന്നയിക്കാൻ ആവശ്യമായിട്ട് സംവിധാനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2016 ഇലക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയാണോ 2026 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10 വർഷം പൂർത്തീകരിക്കുമ്പോഴുള്ളത്? ഈ മാറ്റം നമ്മൾ കാണണ്ടേ? ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചോദ്യമാണ്, എന്താണ് നിങ്ങൾ ഈ 10 കൊല്ലക്കാലത്തിനിടയിൽ ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കിയ ഒരു മികച്ച പദ്ധതി നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നാണ് മുഖ്യമന്ത്രിയോടുള്ള സതീശന്റെ ചോദ്യം. സതീശന്റെ പേര് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആളുകളെല്ലാം കൂടെ മാറ്റി നുണേശൻ എന്നാക്കിയിട്ടുണ്ട്. നാക്കെടുത്താൽ കള്ളത്തരവും നുണയുമല്ലാതെ ഈ പ്രതിപക്ഷ നേതാവ് പറയാറില്ല. എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. ഈ 10 കൊല്ലക്കാലത്തിനിടയിൽ കേരളത്തിനകത്ത് നടന്നിട്ടുള്ള